ഹലോ ഗേസ്, ഒരു സീസണിൽ നടക്കാത്ത കാര്യമാണ് ഈ സീസണിൽ നടക്കുന്നത്. ജിസേലിന്റെ ബാക്ക് കണ്ടോ? എത്രയോ പേർ ജിസേലിന്റെ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, ഇത് ശരിയല്ല എന്നുള്ളത്. പക്ഷേ അപ്പോഴേക്ക് അതിനെ അനുകൂലിച്ച് നിന്നവരുണ്ട്. എന്നാലും ഈ ഒരു ഡ്രസ്സിനെ കണ്ടിട്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 എല്ലാ കണ്ടസ്റ്റന്റും ഇതെവിടെടാ നോക്കും എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നുണ്ടാവും. നമ്മുടെ നെവിൻ നിന്ന് നോക്കുന്നുണ്ട്. എന്തായാലും നെവിന് കിട്ടിയത് നെവിൻ കളയില്ലല്ലോ ആ ഒരു ചാൻസ്. പിന്നെ നമ്മുടെ ഷാനുക്കയും പിന്നെ നമ്മുടെ അനീഷ് ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാതിരിക്കുന്നത് നന്നായിരിക്കും. എങ്ങനെടാ ഇവിടെ നിൽക്കും എന്ന് പറഞ്ഞിട്ടായിരിക്കും അവരിവിടെ നിൽക്കുന്നത്. ജിസയിൽ നിന്നാലും ഇത്രയും നാണമില്ലേ ഗേസ്? നമ്മളും ലെഗിൻസ് ഒക്കെ ഇടുന്നത് തന്നെ. നമ്മുടെ ലെഗിൻസ് നമ്മുടെ ബോഡിയോട് ചേർന്ന് നമ്മുടെ സെയിം കളർ കിടക്കും എന്ന് പറഞ്ഞാലും ഇത് ഒരു ഒന്നൊന്നര ഡ്രസ്സായിപ്പോയി ഗേസ്. നിങ്ങൾ തന്നെ നോക്കൂ, ജിസേലിൻ്റെ ചന്ത് കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. കൂടാതെ ജിസേൽ ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ തുണി പൊക്കി കാണിക്കുന്നുണ്ട്. അതായത് മറ്റൊന്നുമല്ല, ഇട്ടിരിക്കുന്ന ടോപ്പ് പൊക്കി കാണുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും കാണണ്ടേ അവളുടെ ചന്തി. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു കാര്യം പറഞ്ഞ് ആരും കംപ്ലൈൻറ്റ് ചെയ്യാനും നിൽക്കില്ല. മറ്റൊന്നുമല്ല, വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് പറയും, ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ, ഞാനും കണ്ടില്ല, ബിഗ് ബോസിലെ ബാക്കി ഒരു ടീമും കണ്ടില്ല എന്ന് പറയും. അതുകൊണ്ട് ഇവർ മിണ്ടാതിരിക്കുകയായിരിക്കും മിക്കവാറും ചെയ്യുന്നത്. പിന്നെ അനുമോളെ അറിയാമല്ലോ, ഇതിന് മുന്നേയും ഈ പറഞ്ഞ ജിസേലിൻ്റെ ഡ്രസ്സിനെ ഒത്തിരി രീതിയിൽ പല രീതിയിലും അഭിപ്രായങ്ങൾ പറഞ്ഞു അത് ചെയ്യരുത് എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അനുമോൾ എന്ന് പറയുന്നത്. അനുമോൾ ഇത് കണ്ടിട്ട് നൂറയോട് പറയുന്നുണ്ട്, ഇത്രയും വൾഗറായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് ഞാൻ എന്തായാലും ഇടില്ല എന്നുള്ളതൊക്കെ. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കുറച്ച് പുരുഷന്മാരില്ലേ ഇത്രയും ക്യാമറയ്ക്ക് മുന്നിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് കുറച്ചൊന്ന് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. പിന്നെ ഈ അനുമോൾ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് നൂറ ആദിലയോട് പോയി പറയുന്നുണ്ട്. ലാലേട്ടൻ ഇതിൻ്റെ പേരിൽ ചെറിയൊരു വാർണിംഗ് എങ്കിലും ജിസേലിന് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 എല്ലാ മത്സരാർത്ഥികളും കിളി പോയ എന്താ അണ്ടി കളഞ്ഞ അണ്ണനെ പോലെ ആയിരിക്കും നിൽക്കുന്നത്. പിന്നെ നമ്മുടെ നെവിനെ പോലെയുള്ള കുറച്ച് പേരൊക്കെ എന്താണ് ഈ പറയുന്ന, ഞാൻ ബാക്കി പറയണ്ടല്ലോ ഗീസ്. എന്തായാലും ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള കമൻറ്റ്, അതായത് ജിസേൽ ഈ ഒരു ഡ്രസ്സിങ് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ആരും ചവിട്ടി കൂട്ടാൻ വരണ്ട. കാരണം അവരിങ്ങനെ ഇത്രയും പബ്ലിക്കായിട്ട് അവർ ഇടുന്നത് കൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.